party, yeah. Hi guys, my name is Free. I'm a good boy. You know Vidya? I'm your home, you're my home, DJ home. Home right here. അർജുൻ വലിയ മെച്യൂറായിട്ടുള്ള ആളെ പോലെ പെരുമാറും വെളിയിൽ, എന്നാൽ ഉള്ളിൽ ഒരു 5 വയസ്സായ കുഞ്ഞു കുട്ടീനെ പോലെയാണ്. അരുൺ കൃത്യമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരാൾ, എന്നാൽ അർജുൻ്റെ മടി കാണുമ്പോൾ ദേഷ്യം വരുന്ന അവൻ്റെ ബോയ് ഫ്രണ്ട്. വരൺ വന്നിട്ട് അരമണിക്കൂറിലായി. അർജുൻ പതിവ് പോലെ 20 മിനിറ്റ് ലേറ്റ്. ഇവനിവിടെ എത്തി, എന്നെ കൊല്ലി പോറപ്പ. இதற்கெல்லாம் அர்த்தங்கள் என்ன கேட்க வேண்டும் உன்னை காலம் கை கூடினா இதுதான் காதல் என்பதா இளமை பொங்கிவிட்டதா இதயம் சிந்திவிட்டதா சொல் மனமே கதை போமா கதை போமா கதை போமா ஒன்றாக நீ நானும் ஒரு வாசமில்லா கிளையின் மேல் நறுவாசமுள்ள பூவை பார் பூவாசம் அதிசயமே ஏனோ வலிகளும் மறையல ஏனோ அழுதிட தோணல நானோ சிலரைய கண்ணாடி போப்போ தனிமரம் நானடி போப்போ எனக்கு இது யாரடி போப்போ எவ்வளவு வேணாண்டி பூக்கும் ஓசை அதை கேட்கத்தான் ஆசை புல்விரியும் ஓசை அதை கேட்கத்தான் ஆசை நான் பொழைச்சே போனாலும் உன் நினைவிருந்தாலே போதும் நிமிர்ந்திடுவேன் நானும் സൂര്യയുടെ ബസ് ലേറ്റ് ആയതാ. നീ വിശ്വസിച്ചോ? அட்டம் போடுற ராத்திரி குத்து குத்து பிட்டுல கிளம்படி கத்திரி சிலை போல நின்னாலும் சுழலும் என் சயிரி சுத்தி சுத்தி பாருடா செட் ஆகுது சின்ன ரசி குத்து பீடு வருதுடா ஊரே ஆடுதுடா குத்து பீடு வருதுடா. ബസ് കിട്ടാൻ ലേറ്റ് ആയതാണോ അതോ ഞാൻ 5 മിനിറ്റ് എത്താമെന്ന് മെസ്സേജ് അയച്ചിട്ട് വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയതാണോ? ഈ തൂക്കലൊന്നാ ഞാൻ എന്ത് പറയും. അത് ചെറിയൊരു കണക്ക് കൂട്ട തെറ്റിയതാ. നീ പിണങ്ങല്ലേ, നമുക്ക് നല്ലൊരു കാപ്പി കുടിക്കാം, വാ ഞാൻ വാങ്ങിത്തരാം. ഹലോ പർപ്പിൾസ്, വേറെ ഒന്നുമല്ല ഞാൻ വന്നത്. ഇതിൻ്റെ ഇടയിൽ എനിക്കറിയാം ഞാൻ കമൻറ്റിൽ ഇട്ടാലും അല്ലെങ്കിൽ ഇപ്പോൾ പിൻ ചെയ്തിട്ടാലും നിങ്ങൾ നോക്കില്ല എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വന്ന് പറയാം. ഇതിപ്പോൾ FF ഞാൻ ആദ്യം ചെയ്യാമെന്ന് പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു, മാഫിയ ഡെവിൽ, അതൊന്നും മറന്നുപോയെന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നു, അഡാർ കല്യാണം. അത് പേര് മാറ്റിയിട്ട് ഞാൻ ഇട്ടത്, കാരണം ഞാൻ അതാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ആ പേര് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ആ പേര് കണ്ട് മറന്നുപോയി. പേര് നോക്കാതെ പുതിയ പേരെടുത്തിട്ടു. ഞാനിപ്പോൾ അത് മാറ്റിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് BL ആക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊന്ന് റീമേക്ക് ചെയ്തിട്ട് ചെയ്യാമെന്ന്. അല്ലെങ്കിൽ അതങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അതിനൊന്നും വ്യൂ ഇല്ല. എനിക്കറിയാം വോയിസിൻ്റെ പ്രശ്നമാണ്. ഇപ്പോഴും ഈ എഡിറ്റിങ്ങിന് വോയിസ് ക്ലിയർ ആവണില്ല. വോയിസ് എല്ലാവർക്കും ഒരേ വോയിസ് വരിക, അങ്ങനെ പാടില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും ഓരോ രീതിക്ക് വേണമല്ലോ.
പിന്നെ ഞാൻ വിചാരിച്ചു ചിലവർ ഇടുന്ന് കണ്ടിട്ടുണ്ടോ എല്ലാവർക്കും ഒരേ വോയിസ് ആക്കിയിട്ട്, അപ്പോൾ അങ്ങനെ വിചാരിച്ചു. പക്ഷെ എന്നാലും എനിക്കൊരു തൃപ്തി വേണ്ടേ. പിന്നെ അല്ലെങ്കിൽ വീഡിയോ ഒന്നും ഇല്ലാതെ സാധാ വോയിസ് മാത്രം ഇടണം, വോയിസ് ഓവറായിട്ട് ഇടണം. അത് എനിക്ക് നോക്കുമ്പോൾ അത് ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, നമുക്ക് സീനൊന്നും ആവശ്യം വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ പ്രോമിസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോമിസിൻ്റെ ട്രെയിലർ പിന്നെ ക്യാരക്ടർ ഇൻട്രോ, ഇത് പ്രോമിസിന് ഇടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഇത് സ്റ്റോറി ആയിട്ട് പോകുന്നുണ്ട്, സ്റ്റോറി അല്ല ഷോർട്സ് ആയിട്ട് പോകുന്നുണ്ട്, ചെറിയത് ആയിട്ട് ഇവർ വിവാഹിതരാകുമ്പോൾ. അത് ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അത് ഷോർട്സ് ആക്കിയിട്ട്, പക്ഷെ എനിക്കത് അത്ര ഇല്ല. എന്നാലും അതിൻ്റെ കഥയൊന്നും എഴുതിയിട്ടില്ല, ഞാൻ കിട്ടിയപ്പോൾ അങ്ങനെ ഇട്ടു എന്നേ ഉള്ളൂ. ആ രീതിക്ക് അത് സീരിയൽ കാണുന്നവർക്കറിയാം അത് എവിടെ നിന്നാണ് വന്നതെന്ന്. അപ്പോൾ ഞാനത് ശരിക്കും പറഞ്ഞാൽ അതൊരു സീരിയൽ ഭാഗമായിട്ട് എടുത്തത്. പിന്നെ ഞാൻ വിചാരിച്ചു അതാദ്യം ഞാൻ വിചാരിച്ചു അങ്ങനെ ഇടാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു സ്റ്റോറി ആയിട്ട് തന്നെ ഇടാമെന്ന്. അവരുടെ സ്റ്റോറി അല്ല കേട്ടോ, എൻ്റെ രീതിയിൽ ആ സ്റ്റോറി. എനിക്ക് പിന്നെ ഏതെങ്കിലും ഒരു ഭാഗം കിട്ടിയാൽ മതി, ഞാൻ എന്താണെങ്കിലും സ്റ്റോറി ആക്കും. പക്ഷേ എനിക്കത്ര എന്താ പറയുക, എല്ലാവരും ചെയ്യണ മാതിരി പെർഫെക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ഓരോ രീതി ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിക്ക് എഴുതാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റോറി ആക്കി ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ സ്റ്റോറി എഴുതിയിട്ടാലും ഇപ്പോൾ ഈ FFL ആയാലും സ്റ്റോറി എഴുതിയത് വേറെയാണ്, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചേർക്കണത് വേറെയാണ്. ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എക്സ്ട്രാ ചേർക്കും, എഴുതി വയ്ക്കൊന്നുമില്ല. എഴുതി വെച്ചതൊക്കെ വേറെ വഴിക്കും, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ വേറെ വഴിക്കാണ് പോവുക. അത് എഴുതി, അതായത് ഇപ്പോൾ വാട്ട്പാഡ് അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുമ്പോൾ അത് കറക്റ്റായിട്ട് പോകും. അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് വരണ പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഞാനത് ഇതാക്കിയിടും, എന്താ പറയുക, ഇങ്ങനെ തിരുത്തി എഴുതി കൃത്യമാക്കിയിട്ട് എഴുതിയതിന് മാറ്റി തിരുത്തി വെട്ടിയും കുറിച്ചൊക്കെ ഞാനിടും. അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ വോയിസ് ഞാൻ പറഞ്ഞല്ലോ ക്ലിയർ അല്ല. അപ്പോൾ മറ്റേതിൻ്റെ വോയിസും ഷോർട്സ് ആകുമ്പോൾ നമുക്ക് അധികം സ്റ്റോറേജ് വേണ്ട, എന്നാലും ആവശ്യമുണ്ട്. നമ്മുടെ എഡിറ്റ് ചെയ്യണ അനുസരിച്ച് നമ്മുടെ ഷോർട്സ് എത്ര വേണം എന്ന രീതിക്ക് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വേണം. എൻ്റെ ആണെങ്കിൽ സ്റ്റോറേജ് ഫുള്ളാണ്. ഞാൻ ലേറ്റായിട്ടാണ് ഇത്രയും ദിവസം BTSൻ്റെ വീഡിയോസും അല്ലെങ്കിൽ അപ്ഡേറ്റൊക്കെ ഇടുന്നത്. ഇപ്പോൾ കുറേ ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ വീഡിയോസ് നോക്കണവർക്ക് തന്നെ അറിയാം. എഡിറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടില്ല കുറേ. അതൊക്കെ ഇനി എന്നാണ് എഡിറ്റ് ചെയ്യുകയെന്നറിയില്ല. ഇതിൻ്റെ കൂടെ ആവശ്യം വരികയാണെങ്കിൽ അതൊക്കെ ചേർക്കാമെന്നാണ് വിചാരിക്കണത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ എഡിറ്റ് ചെയ്യണ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കൊറിയൻ പഠിക്കാമെന്ന്. അപ്പോൾ കൊറിയൻ പഠിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെ പഠിച്ച് വേണം എന്ന്. പക്ഷെ അത് കൃത്യമായിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ FFൻ്റെ കൂടെ തന്നെ കൊറിയൻ പിന്നെ മറ്റേ എനിക്ക് അറിയാവുന്ന കുറച്ച് ലാംഗ്വേജും കൂടി ചേർത്തിട്ട് FF ചെയ്യാമെന്ന്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പോകാൻ പറ്റും. സെപ്പറേറ്റ് കൊറിയൻ പഠിക്കണ രീതിയാവും, എല്ലാം കൂടി ഒരുമിച്ചാവും. അപ്പോൾ അങ്ങനെയും വിചാരിക്കേണ്ടത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ FF കണ്ടിട്ട് അടിയിൽ കമൻ്റ് ഇട്ടാൽ മതി, ഇതിൻ്റെ കൂടെ പഠിക്കണോ അതോ ഞാൻ പറഞ്ഞാൽ മതി സെപ്പറേറ്റ് വേണോ എന്ന്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു ബാലൻസ് ചെയ്ത് പോകാം. വേറെ ആണെങ്കിൽ കുറച്ച് ദിവസം കൂടി ലേറ്റ് ആവും. 1K അടിച്ചപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ആണെന്ന് തോന്നുന്നു, ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചമക് ചലോ ഹിന്ദി BTSൻ്റെ വീഡിയോ ഡാൻസ് ഇതായിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിലിടാം, ലിങ്ക് ഇടാം. അതേപോലെ പ്രോമിസിൻ്റെ ഇടാം. അതേപോലെ ഇപ്പം ആ മാരേജ് അഡാർ ലവ് മാറ്റിയല്ലോ, പേര് മാറ്റിയിട്ടല്ലോ, അപ്പോൾ അതും അതുപോലെ തന്നെ പിന്നെ മറ്റേ ഇവർ വിവാഹിതരാകുന്നു എന്നുള്ളതും ഇടാം. പിന്നെ വേറെ എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ അതും എന്തായാലും നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള ആണെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി കൊറിയൻ ഇതിൽ കൂടെ ചേർക്കണോ എന്ന്. എന്നാലും ഞാൻ സ്റ്റോറിയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല. ഈ സ്റ്റോറിയിലല്ല കേട്ടോ, വേറെ സ്റ്റോറിയിലാണ് ഞാൻ കൊറിയൻ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ സമയം കളയാനില്ല, വളവളാന്നടിച്ച് നമുക്ക് സ്റ്റോറിയിലേക്ക് തിരിച്ചു പോകാം. പയോ കാപ്പൊന്നും വേണ്ട, നീ തന്നെ കുടിച്ചാൽ മതി. അത് എൻ്റെ ബേബി ഇങ്ങനെ ആംഗ്രി ആവല്ലേ. പിന്നെ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, എവിടെയെങ്കിലും നമ്മൾ ഒരുമിച്ച് ഒരു പാർക്കിലോ ഒരു ബീച്ചിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സിനിമ കാണാൻ പോവാന്ന് പറഞ്ഞാൽ നീ പകുതി വഴിക്കിൽ വെച്ചത് പ്ലാൻ മാറ്റും. എന്ത് ചോദിച്ചാലും നോക്കാം, ചെയ്യാം, വരാം, പറയാം എന്നൊരു മറുപടി മാത്രം. എന്നതൊന്നും ചെയ്യും അതുമില്ല. അയ്യോ നിനക്ക് അങ്ങനെയാണ് തോന്നി. എന്തോടെ ചെക്ക നിനക്ക് വയ്യേ? അതിപ്പം നീ അങ്ങനെ പറഞ്ഞ പൈപ്പ് കയറുന്നില്ല.
അതായത് രമണ ഞാൻ പറഞ്ഞു വന്നത്. എന്താന്ന് ആരാന്ന്? ഓ സോറി. അതായത് വരുണേ, ഇപ്പൊ ശരിയായില്ലേ? ആയി. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എല്ലാ കാര്യവും ഭയങ്കര ഗൗരവമായിട്ടാണ് കാണുന്നത്. പക്ഷെ പുറത്തത് കാണിക്കില്ല. വലിയ ഗൗരവക്കാരൻ. ഇന്ന് രാത്രി 2 മണിക്ക് നീ എനിക്ക് അയച്ച മെസ്സേജ് എന്താന്ന് പൊന്നുപോലെ ഓർമ്മയുണ്ടാവോ? എന്താ ബേബി അയച്ചു? നിനക്ക് പിന്നെ ഒന്നും ഓർമ്മ കാണില്ലല്ലോ. ബേബി അങ്ങനെ പറയല്ല ബേബി. OMG, ഇവനെ കൂടെ എനിക്ക് വയ്യ. നിനക്ക് ഞാൻ പറഞ്ഞുതരാം എന്താ നീ മെസ്സേജ് അയച്ചത്. നീ എനിക്ക് അയച്ച ഇങ്ങനെയാണ്, ഈ ഭൂമി ഉരുണ്ടതല്ലേ, അപ്പൊ നമ്മൾ നടക്കുമ്പോ എന്തുകൊണ്ടാ നമ്മൾ വഴുതി വീഴാത്തത്? ഇതാണ് അതിന്റെ വലിയ തലയിൽ വലിയ ഗൗരവമായിട്ട് നീ ചിന്തിച്ച കാര്യം. ഇതാണല്ലേ ഗൗരവം, അവനവന്റെ ഒരു ഗൗരവം. അത് പിന്നെ ശാസ്ത്രപരമായ ഒരു സംശയല്ലേ വരുണേ. അപ്പൊ തോന്നിയപ്പോ ഞാൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. അതൊരു കുറ്റമാണോ? നീ തന്നെ പറ, കുറ്റമാണോ? ഒരു മനുഷ്യൻ മണ്ടനാവണ അവന്റെ കുഴപ്പം കൊണ്ടല്ല, അപ്പൊ കുറ്റമല്ല. ആരോടും അങ്ങനെ പറയില്ല, നിനക്ക് ഞാനല്ലേ ഉള്ളൂ. ഒന്നായിട്ട് നീ ഇങ്ങനെ പറയാൻ പാടുമോ? എന്തിനാ 10 ഒന്ന് പോരെ? ഈ ഒന്നിനെ കൊണ്ട് തന്നെ പെണ്ണ കഷ്ടപ്പാട് എനിക്ക് അറിയുള്ളൂ. ഈ 10 എന്റെ ദേവി, 1 മതി. നല്ലത് 10 സഹിക്കില്ലേ? എന്താ ബേബി ചിന്തിക്കണേ? ഞാൻ ചിന്തിക്കാതെ എന്റെ ബേബി എത്ര വലിയ ബുദ്ധിമാനാണെന്ന്. പോടുത്ത ബേബി, എനിക്ക് നാണം വരും. നീ ശരിക്കും ഒരു പ്രത്യേക ഐറ്റം. ദേഷ്യമായ സമയത്ത് ഈ പ്രത്യേക സ്വഭാവം കാണുമ്പോൾ എനിക്ക് ചില സമയത്ത് ചിറിയാണ് വരാറ്. അപ്പൊ നിനക്ക് എന്നോടുള്ള ദേഷ്യം അറിയാമെന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ വീണ്ടും വല്ല മണ്ടത്തരങ്ങാനാണോ? അതൊന്നല്ല, ഈ തലകുത്തി നിന്നായ തലച്ചോറിലേക്ക് ബുദ്ധി കയറുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണോ? ഇവനെ കൊണ്ട് ദൈവമേ, നിന്നെ കൂടെ ഞാൻ തോറ്റില്ലടാ. നീ ആ കോഫി ഓർഡർ ചെയ്ത മനുഷ്യ പ്രകൃതി. காற்றே உன் பேரை கேட்டேன் காதல் என்றா ஏன் என்னை பிரிந்தாய் காதல எரித்தாய் மழவே ஏன் என்னை பிரிந்தாய் உயிரே கண்ணீரில் உறைந்தாய் போட்டு வைத்த காதல் திட்டம் ஓகே கண்மணி. ஓஹோ காதலா ஐ லவ் யூ என்றால் சொன்னால் பொன்மணி. இதுதான் காதல் எக்ஸ்பிரஸ், உள்ளே இருவர் செல்லும் பஸ் பஸ். வேளை சக்சஸ், இனி காலை மாலை கிஸ் கிஸ். உன் பேரில் என் பேரை சேர்த்து விரலோடு உயிர் கூட கோர்த்து ஊர் முன்னே ஒன்றாக நாமும் நடந்தால் என்ன? சிரிக்காதே சிரிப்பாலே மயக்காதே, அடிக்காதே அழகாலே அடிக்காதே. குசல வாட்டி பெண்கொட்டி முத்து பேச்சு, என் அவசரம் பார்த்து என் கழுத்து சுலுக்கி போச்சு. உசல வாட்டி உசல வாட்டி. சில்லு விடும் ஜிகிடி கில்லாடி, சின்ன கண்ணு ஜிகிடி கில்லாடி, உள்ள வர ஜிகிடி கில்லாடி, என்ன பண்ணு ஜிகிடி கில்லாடி. சில்லு விடும் ஜிகிடி கில்லாடி, சின்ன கண்ணு ஜிகிடி கில்லாடி, உள்ள வர ஜிகிடி கில்லாடி, என்ன பண்ணு ஜிகிடி கில்லாடி. மேக்னட் விழியால் மனதை திருடி விட்டார். மெல்ல விடை கொடு மனமே,